السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي أيوب الأنصاري رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من صام رمضان ثم أتبعه ستا من شوال كان كصيام الدهر. رواه مسلم وأحمد والترمذي وابن ماجه വനസായി റഹ്മത്തുള്ളാഹി അലൈഹിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് സഗൗരവം എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ റമദാനിലെ 29 ദിവസങ്ങളും നോമ്പനുഷ്ഠിച്ചതിന് ശേഷം ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. ഇനി എന്തും ഒരു വിശ്രമം, അതല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ബാക്കിയുള്ള അലയൊലികൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കാണുക. എന്നിട്ട് അതിന് ചില ഓമന പേരുകൾ ഇട്ടുണ്ടാവും. 1-ാം പെരുന്നാൾ, 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ, ഇങ്ങനെ പെരുന്നാളിന് കുറേ എണ്ണങ്ങൾ അതുണ്ട്, ഇല്ലെന്നല്ല. ഈദുൽ അദ്ഹയ്ക്കുണ്ട്. അയ്യാമു തശ്രീഖിലെ 3 ദിവസങ്ങൾ ആദരണീയമായ ദിവസങ്ങളാണ്. 11, 12, 13 ദിവസങ്ങൾ. ആ ദിവസങ്ങളിലൊക്കെയാണ് തക്ബീർ ഉണ്ടാകുക. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തക്ബീറിന്റെ രൂപവും ഭാവവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനനുസരിച്ച് ഈദുൽ ഫിത്തറിലാണെങ്കിൽ ഈദ് മുസല്ലയിലേക്ക് യാത്ര ആരംഭിക്കുന്നത് മുതൽ നിസ്കാരം ആരംഭിക്കുന്നത് വരെയുള്ള സമയമാണ് തക്ബീർ വിളിക്കാനുള്ള സുന്നത്തായ രൂപം. അതേസമയം ഈദുൽ അദ്ഹയിലാണ് എങ്കിൽ അറഫയുടെ അന്ന് മഗ്രിബ് മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസമായ 13 അസ്ർ വരെ അത് നിർവഹിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ദിവസങ്ങളിൽ ഈദുൽ ഫിത്തർ കഴിഞ്ഞാൽ പിന്നീട് വിശ്വാസിക്ക് വിശ്രമമൊന്നുമില്ല. ഫൈദാ ഫറഗ്ത ഫൻസബ് ഇലാ റബ്ബിക ഫറാഗ് എന്ന് പറഞ്ഞ പോലെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക്. കർമ്മ നൈരന്തര്യം പലപ്പോഴും ആളുകൾ എന്താക്കും? മടുപ്പന്മാരാക്കും. അതാണ് ഒരു മാസം നമ്മൾ നോമ്പെടുത്തത്. അള്ളാഹ് ഒരു ചെറിയ ഗ്യാപ്പ് തന്നു. എന്നിട്ട് പറഞ്ഞു ഇനിയുണ്ട് സമയം. ആ സമയത്ത് നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, ഖുർആൻ ഓതുന്ന ഒക്കെ ആളുകളായി നമ്മൾ മാറണം. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന അസുലഭമായ ഒരു ഭാഗ്യമാണ് ഒരു വർഷത്തെ. അത് GMT അനുസരിച്ചാണെങ്കിൽ 365, ഹിജറ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ അതിൽ നിന്ന് കുറയുന്ന ഒരു ദിവസം. ഏതായിരുന്നാലും ഒരു വർഷം എന്ന് മൊത്തത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഹദീസ് ഇങ്ങനെയാണ്: മൻ സ്വാമ റമളാന. ആ പദത്തിൽ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും. മൻ സ്വാമ റമളാൻ. റമളാൻ ഒരാൾ നോമ്പെടുക്കുകയും എന്നാൽ അത് പൂർത്തിയാക്കണം. ഇനി ഒരാൾ യാത്രക്കാരനാണ്, രോഗിയാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരുടെ സ്ത്രീ സഹജമായ പ്രയാസങ്ങൾ കാരണം നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പൊ അല്ലാഹു പറഞ്ഞു ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ ഫഇൻ കാന മിൻകും മരീദൻ ഔ എന്ന് പറഞ്ഞിട്ട് പിന്നെ പടച്ചോൻ പറഞ്ഞത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആ മാസത്തിലെ നോമ്പിന്റെ ബാക്കി വരുന്ന ദിവസങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ശവ്വാൽ 2 മുതൽ അങ്ങനെ പിടിച്ച് ആ കടം വീട്ടുക എന്നുള്ളത്. അതല്ലാത്തവരോ അവർ അവരുടെ സുന്നത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഏതാ നോമ്പ് പിടിക്കുന്ന ശവ്വാൽ 6 പല പേരിലാണ് പല നാടുകളിൽ അറിയപ്പെടുക. ഹിർമത്ത് 6, ഉർമത്ത് 6, അങ്ങനെ പലതും. നോമ്പ് 6, 96 നോമ്പിലെ അവസാനത്തെ 6 നോമ്പ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഇതര മതസമൂഹങ്ങളിൽ നിന്ന് കടമെടുക്കപ്പെട്ട ആ ചൊല്ലിന്റെ ആ ഒരു വെർഷൻ എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുക. റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: റമദാൻ മാസം പൂർണ്ണമായി നോമ്പെടുക്കുകയും അതിനുശേഷം അതിനെ തുടർന്ന് 6 ദിവസം തുടർത്തുകയും ചെയ്താൽ മിൻ ഷവ്വാലിൻ, ഷവ്വാലിൽ നിന്ന്. അപ്പൊ ഒരാൾ ഇന്ന് നോമ്പെടുത്തു, അയാൾക്ക് നാളെ എടുക്കാൻ പറ്റിയില്ല, മുറിഞ്ഞു പോയല്ലോ, ഒന്നും വേണ്ട, അങ്ങനെ നോക്കുമ്പോഴേക്കും അടുത്ത ഞായറാഴ്ച കല്യാണം വരാം. അപ്പൊ അങ്ങനെ ഇല്ല. ആ മാസത്തിലെ ഏത് 6 ദിവസം എടുത്താലും അത് സഹീഹാവും. അതിന് അള്ളാഹുവിന്റെ മക്കളിൽ നിന്ന് കൂലി കിട്ടുമെന്ന് ഉലമാക്കളായ ആളുകൾ പറയുന്നതായി കാണാൻ പറ്റും. അപ്പൊ ഇടവിട്ട് ചെയ്യാം, അടുപ്പിച്ച് ചെയ്യാം. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠത 2 മുതൽ 8 വരെയുള്ള ആ ഒരു 6 ദിവസം ചേർത്തി എടുക്കലാണ് എന്ന് മനസ്സിലാക്കാൻ ഹദീസിന്റെ നേർക്ക് നേരെയുള്ള അവസ്ഥയിൽ. അങ്ങനെ ചെയ്താൽ കസിയാമിൽ ദഹരി, അയാൾ വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെ. ഇനി തൗഫീഖ് ഉണ്ടാവും റമദാൻ വരുമ്പോൾ കാത്തു നിൽക്കാൻ. ഇനി അടുത്തൊരു തിങ്കളാഴ്ച നമുക്ക് ഉണ്ടാവും ഇല്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവനവന്റെ അക്കൗണ്ടുകൾ നേരത്തെ ക്ലിയർ ആക്കിയതിനു ശേഷം എന്തെല്ലാം നന്മകൾ കിട്ടാൻ സാധ്യതയുണ്ടോ അതൊക്കെ തന്നെ ഇപ്പം തന്നെ കൊയ്തു വെക്കുക. മഴക്കാലം വരുന്നതിന് മുമ്പ് ശേഖരിക്കുന്നത് പോലെ മരണം വരുന്നതിന് മുമ്പ് അവനവന്റെ നന്മകൾ ശേഖരിക്കാനുള്ള
ഉത്സാഹം കാണിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത ആ ഒരു വർഷത്തെ പ്രതിഫലം കിട്ടുന്ന നോമ്പെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പാകപ്പിഴവുകൾ അല്ലാഹു നമ്മിൽ നിന്ന് പരിഹരിച്ച് മാപ്പാക്കി തന്നു ഇരു ലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ റിസ്കിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്തിന്റെ പ്രവേശന കവാടമായ ഖബറിൽ എത്തുന്നതിന് മുമ്പുള്ള മരണസമയത്ത് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി കാമിലായ ഈമാനോടുകൂടി പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.